നമുക്കറിയാം നമ്മളൊരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത്. കേരളത്തിന്റെ പ്രത്യേകമായ ഒരു സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് നേരെ എന്തും ആർക്കും ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പള്ളിമുറ്റത്ത് കയറി അഭ്യാസം കാണിച്ചതോട് നീ എന്തിനിവിടെ ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ അച്ഛന് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന രീതിയിലേക്ക് കേരളത്തിലെ ചില മത മൗലികവാദികൾ പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ ചില ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയറൂരിവിടുന്ന ചില കുണുവാവുകളെ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് സൃഷ്ടിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മലങ്കര സഭയും മലങ്കര യുവജന സഭയും ഒക്കെ അതിനെതിരെ പ്രതികരിക്കുന്നു എന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം പൗരോഹിത്യ കൂട്ടായ്മയോട് നിങ്ങൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയെ ഏറെ ശ്ലാഘിക്കുന്നു. ഈ ഒരു പരിപാടികൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുരിശിന്റെ മുകളിൽ കയറി നിന്നപ്പോൾ അന്നും ചില കുണുവാവകളെ നമ്മൾ അങ്ങ് സംരക്ഷിച്ചു. അന്നും നമ്മള് ക്രിസ്തീയ മൂല്യങ്ങൾ അങ്ങനെയാണ്, ക്രിസ്തീയ വിശ്വാസം അങ്ങനെയാണ്, അതുകൊണ്ട് അടിച്ചാൽ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ഉദാത്ത മാതൃക കാണിച്ചുകൊണ്ട് നമ്മളൊക്കെ അങ്ങ് മുമ്പോട്ട് പോകുന്നതുകൊണ്ട് പിന്നെയും ചില കുണുവാവകള് നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കുണുവാവകളൊക്കെ ഓർത്തോണം, എന്നും അടി കൊണ്ട് നമ്മൾ കയറിയിരിക്കുകയില്ല. അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും എന്ന് പറയത്തില്ല, പക്ഷേ പ്രതിരോധം നമ്മൾ തീർത്തിരിക്കും. അതിന് യാതൊരു സംശയമില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നേരെ, കേരളത്തിന്റെ ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് നേരെ ആരെങ്കിലുമൊക്കെ ഇനിയും വരുന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിലെ പോലെ എല്ലാം കണ്ട് കണ്ണുമടച്ച് പള്ളിക്കകത്ത് കയറിയിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ട് പോകുമെന്ന് ആരും വിശ്വസിക്കേണ്ട. പ്രതിരോധിക്കേണ്ട മേഖലകളിൽ പ്രതിരോധിച്ചിരിക്കും, പ്രതിഷേധിക്കേണ്ട വേദികളിൽ പ്രതിഷേധിച്ചിരിക്കും. ഇവിടെ ന്യൂനപക്ഷമായിട്ട് നമ്മൾ മാറുന്നതുകൊണ്ട് വോട്ട് ബാങ്കിൽ നമുക്ക് വലിയ വിള്ളലുകൾ സൃഷ്ടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവിടുത്തെ സകല അധികാരികളും, അത് ഇടതുണ്ട് വലതുണ്ട് നടുവുണ്ട് എല്ലാവരും ഉണ്ട്, നമ്മളെ കണ്ടില്ലെന്ന് അടിക്കാൻ. മണിപ്പൂരിന് വേണ്ടി പൊക്കി പിടിച്ചിറങ്ങി മരക്ക് ഇപ്പൊ എന്തുകൊണ്ട് കേരളത്തിന്റെ ഈ ഒരു ഭൗതിക പ്രത്യേക സാഹചര്യങ്ങൾ വന്നപ്പോൾ ഇവന്മാരും സംസാരിക്കുന്നില്ല? ലോകം മുഴുവൻ നടക്കുന്ന ഭീകരവാദത്തെ കുറിച്ച് എതിർത്തുകൊണ്ട് സംസാരിക്കുന്നവർ എന്തുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ല? മണിപ്പൂരിന് വേണ്ടി നൈറ്റ് മാർച്ച് നടത്തി എടപ്പള്ളിയിലേക്ക് പോയ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യും? അവരാരും ഇതൊന്നും കണ്ടില്ലേ? അപ്പോ ചില കുണുവാവുകളെ സംരക്ഷിക്കാൻ വേണ്ടിക്ക്, ചിലതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ആർക്കും എന്തും ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇനി ക്രിസ്ത്യാനികൾക്ക് നേരെ വേണ്ട. ക്രിസ്ത്യാനിക്ക് നേരെ വന്നാൽ പ്രതിഷേധിച്ചിരിക്കും, പ്രതിരോധിച്ചിരിക്കും. അതിന് ഏത് വഴിയും നമ്മൾ സ്വീകരിക്കും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതൊരു കേവലം ഒരു സൂചനയെന്ന് ആരും കാണേണ്ട, ചില ഓർമ്മപ്പെടുത്തലുകളായിട്ട് ഈ ഒരു കൂടിവരവിനെ കണ്ടാൽ മതി. ഈ പ്രതിഷേധം എല്ലാ അർത്ഥത്തിലും വിജയം കാണട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ കുണുവാവകളെ ഒരു പാഠം പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ വിജയ ആശംസകളും നേരുന്നു. താങ്ക് യു.